friends, welcome back to my channel, your online teacher. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡൽ എക്സാമിന് കയറുന്നതിന് മുന്നേ നിങ്ങൾ +1 കുട്ടികളാണെങ്കിലും +2 കുട്ടികളാണെങ്കിലും രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് നമ്മൾ ഇനി ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളായിരിക്കും. +2കാരാണെങ്കിൽ ഞങ്ങൾ ഓൾറെഡി മോഡൽ എക്സാംസ് എഴുതിയിട്ടുള്ളതാണല്ലോ മിസ്സേ, പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി മാസം ആയിരിക്കുകയാണ് അല്ലേ. ഫെബ്രുവരി 15-ാം തീയതി എന്ന് പറയുമ്പോൾ നമുക്ക് മോഡൽ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യണം. വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഓരോ ചാപ്റ്റർ എടുക്കുന്നു, പഠിക്കുന്നു. അത് ഇനി അവർക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു വേ അല്ല. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റഡി മെത്തേഡ്, നിങ്ങൾ പഠിക്കുന്ന രീതി മാറ്റുകയാണ്. അപ്പോൾ ഏത് മെത്തേഡിൽ പഠിക്കണം എന്ന് വെച്ചാൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വേണം പഠിക്കാൻ. അതായത് ക്വസ്റ്റ്യൻ എടുക്കുക, അതിനെ ആൻസർ ചെയ്യുക. ഇപ്പോൾ അക്കൗണ്ടൻസിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസിയിൽ നമ്മൾ ഒരുപാട് തിയറികൾ പഠിച്ചു പോകുന്നു, ഒരുപാട് പ്രോബ്ലംസ് പഠിച്ചു പോകുന്നു. വെറുതെ അങ്ങനെ പഠിച്ചു പോകാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് പഠിച്ചു പോകാം. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ PYQ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അവിടെ നമ്മളൊരു 8 സെറ്റോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിലൊരു 3 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, പിന്നെ നമ്മൾ ആ പഠിച്ചത് മാത്രമാണ് പിന്നീട് അങ്ങോട്ടുള്ള എക്സാമുകളെല്ലാം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ബാച്ച് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിന് 199 ഉള്ളൂ. നിങ്ങൾക്ക് പേ ചെയ്ത് വേണമെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് സ്വന്തമായിട്ട് പഠിക്കാം. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മുടെ മോഡൽ എക്സാം വരാൻ പോകുകയാണ്, എന്തായാലും നമ്മൾ പഠിച്ചു തീർന്നിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ അങ്ങനെ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം എന്ന് കരുതുന്നതിനേക്കാളും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് പെർഫെക്ഷനിലേക്കാണ്. കംപ്ലീഷൻ വേഴ്സസ് പെർഫെക്ഷൻ. കംപ്ലീഷൻ അല്ല നിങ്ങളുടെ ലക്ഷ്യം വേണ്ടത്. ഒരു ക്വസ്റ്റ്യനെ പഠിച്ചിട്ടുള്ളൂ എങ്കിൽ ആ ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് പഠിക്കാം. നാളെ പിന്നെയും അത് നോക്കി പഠിക്കേണ്ട ആവശ്യം വരരുത്. അപ്പോൾ അങ്ങനെ പഠിച്ചു പോകാം. ഇപ്പോൾ 10 ക്വസ്റ്റ്യനെ പഠിച്ചോളൂ, ആ 10 ക്വസ്റ്റ്യൻ വെൽ തറോ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗം നമ്മുടെ ക്ലിയർ ആയി. അപ്പോൾ എങ്ങനെയെങ്കിലും ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ച് വേഗം തീർത്ത് എങ്ങനെയെങ്കിലുമൊക്കെ തീർത്ത് മോഡൽ എക്സാം എഴുതുന്നതിനേക്കാളും പെർഫെക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും ഭാഗം നമ്മുടെ ക്ലിയർ ആയി നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കി പഠിച്ചാൽ മതി. അത് മിക്കവരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, എന്തായാലും നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം. ദെൻ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, അത് എല്ലാവരും നോക്കുന്ന ഒരു കാര്യമായിരിക്കും, ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും നോക്കുന്ന ഒരു കാര്യമായിരിക്കും, ഷോർട്ട് കട്ട്സ് നോക്കരുത്. ഷോർട്ട് കട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മോഡൽ എക്സാമിൻ്റെ ആ ഒരു ബെഞ്ചിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ നോക്കി വയ്ക്കും. അപ്പോൾ നീ എൻ്റെ ഫ്രണ്ടിലായിരിക്കും, നീ എൻ്റെ ബാക്കിലായിരിക്കും. അപ്പോൾ നിൻ്റെ ചോദിക്കാം, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നീ എനിക്ക് അതിന് ആൻസർ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര മൈൻഡ് ഭയങ്കര ഒരു കാൽക്കുലേഷനൊക്കെ വെച്ചിട്ടായിരിക്കും മോഡൽ എക്സാമിനാണെങ്കിലും മേ ബി മെയിൻ എക്സാമിലാണെങ്കിലും നിങ്ങൾ പോകുന്നത്. പക്ഷെ ആ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ അതിൽ വിശ്വസിച്ചുകൊണ്ട് പോകരുത്. അതെപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം അല്ലേ. ആ ഒരു ഫ്രണ്ടിലെ ഡെസ്ക് ഒടിഞ്ഞു എന്ന് വിചാരിച്ചോ, ആ വേറെ ഡെസ്ക് ചിലപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ കുന്നായിരിക്കും കൊന്നിടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ചിലപ്പോൾ ഫ്രണ്ടിലേക്ക് പോകും, നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തീർന്നു, പഠിച്ചതും കൂടി അവിടെ മറന്നു പോകും. അപ്പോൾ ആ ഷോർട്ട് കട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ് മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്കവരും ശ്രദ്ധിക്കില്ല, പെർഫെക്റ്റ് സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നല്ല വൃത്തിയായിട്ട് ഉറങ്ങണം. ഒരു 6 മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ ഉറങ്ങണം. നിങ്ങൾ ഏത് തരം സ്റ്റഡി പ്ലാൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിലും പഠിക്കുന്ന കുട്ടികൾ, എക്സാം ഉള്ള കുട്ടികൾ 6 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങണം. നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൃത്യമായിട്ടുള്ള റെസ്റ്റ് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നന്നായിട്ട് ഉറങ്ങണമെന്നുള്ളത്, അതാണ് മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 6 മണിക്കൂറിൻ്റെ ഉറക്കം കിട്ടുന്ന രീതിയിൽ നല്ലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ആ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ 6 മണിക്കൂർ പഠിക്കാനുള്ള സമയം കണ്ടെത്തണം. അതാണ് വേറെ ട്വിസ്റ്റ്. 6 മണിക്കൂർ ഉറങ്ങുകയും വേണം, 6 മണിക്കൂർ പഠിക്കാനുള്ള സമയം കണ്ടെത്തുകയും വേണം. പക്ഷെ അത് രണ്ടും നിർബന്ധം, പഠനവും വേണം, ഉറക്കവും നമുക്ക് വേണം. അപ്പോൾ അതിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും സ്കൂളിൽ പോകാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അഞ്ചാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, പഠിക്കുക. സ്റ്റഡി. ഏത് രീതിയിൽ വേണമെങ്കിലും പഠിക്കാം. സ്കൂളിലെ ടീച്ചേഴ്സിനോട് ഡൗട്ടുകൾ ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിക്കാം. യൂട്യൂബിൽ പല ക്ലാസ്സുകളുണ്ട്, നമ്മുടെ ക്ലാസ്സസ് ഉണ്ട്, അത് നോക്കി പഠിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ഗൂഗിൾ മീറ്റിലൂടെ ലൈവ് ക്ലാസ്സുകൾ സെപ്പറേറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മെഗാ റിവിഷൻ ബാച്ച് ഈ മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഒന്നും പഠിക്കാത്തവർക്ക് പോലും ധൈര്യമായിട്ട് 299 രൂപ മാത്രം പേ ചെയ്ത് ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് പഠിച്ചു തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ഉണ്ട്, എന്നിൽ കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് കൂടെ ജോയിൻ ചെയ്തോ. ഒറ്റ മാസം കൊണ്ട് നമ്മൾ മെയിൻ എക്സാമിന് മുന്നേ കംപ്ലീറ്റ് പഠിച്ചു
തീർത്തിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡി നിങ്ങൾക്ക് നടത്താം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ബുക്ക് എടുത്ത് പ്രോബ്ലം തന്നെ വർക്കൗട്ട് ചെയ്യുന്നു, എങ്ങനെ ഈ ആൻസർ വരുന്നു എന്നൊക്കെ കണ്ടെത്തി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പഠിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും വൃത്തിയായിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മോഡൽ എക്സാമിന് കയറുന്നതിന് മുന്നേ ആണെങ്കിലും അതുപോലെ മെയിൻ എക്സാമിന് കയറുന്നതിന് മുന്നേ ആണെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഹാർട്ട് തരണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.